വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 21-ാമത്തെ വചനം. ആ നാഴികയിൽ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. കേരളക്കരയെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അനുഗ്രഹീതനായ മാർ ക്രിസോസ്റ്റം ബിഷപ്പ് ഒരിക്കൽ ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ ബിഷപ്പ് തൻ്റെ സന്ദേശത്തിനിടയിൽ കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ബിഷപ്പ് ചോദിച്ചു, നാം പഠിച്ചതെല്ലാം ഓർമ്മിക്കുന്നുണ്ടോ? കുട്ടികൾ പറഞ്ഞു, പഠിച്ചതെല്ലാം ഓർമ്മിക്കാൻ പ്രയാസമാണ്. ബിഷപ്പ് സ്വതസിദ്ധമായ ശൈലിയിൽ തുടർന്ന് ഈ കുട്ടികളോട് സംസാരിച്ചു. ബിഷപ്പ് പറഞ്ഞു, അതായത് പഠിക്കും തോറും മറക്കും എന്നല്ലേ? ഇത്തിരി പഠിച്ചാൽ ഇത്തിരി മറക്കും, ഒത്തിരി പഠിച്ചാൽ ഒത്തിരി മറക്കും, ഒന്നും പഠിക്കാതിരുന്നാൽ മറക്കത്തേയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ബിഷപ്പ് ഓരോ കുട്ടിയുടെയും ഓരോ ആളിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് താൻ പറഞ്ഞ അഭിപ്രായത്തോട് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. മറുപടിയായി കുട്ടികൾ പറഞ്ഞു, എതിർപ്പൊന്നുമില്ല, പൂർണ്ണ യോജിപ്പേ ഉള്ളൂ. പക്ഷേ ബിഷപ്പ് ഈ പറഞ്ഞത് ഞങ്ങളുടെ മാതാപിതാക്കളോടും ഒന്ന് പറയണം. കുട്ടികളെ വെട്ടിൽ വീഴ്ത്താൻ ശ്രമിച്ച ബിഷപ്പ് വെട്ടിൽ വീണു. പിന്നെ ഈ വിഷയത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി ബിഷപ്പ് മറ്റൊരു ചോദ്യം ചോദിച്ചു. ദൈവം നിങ്ങളോട് ഒരു വരം നൽകാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വരം ചോദിക്കും? അത്രയും സമയം വളരെ സജീവമായിരുന്ന കുട്ടികൾ വളരെ നിശബ്ദരായി. സദസ്സ് പൂർണ്ണ നിശബ്ദം. അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം ബിഷപ്പ് പറഞ്ഞു, ചുമ്മാതല്ല ദൈവം നിങ്ങളോട് വരത്തെപ്പറ്റി ചോദിക്കാത്തത്, നിങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല എന്ന് ദൈവത്തിന് അറിയാം. ഒരു പുതിയ സ്കൂൾ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയരത്തിലെ ജ്ഞാനം എന്ന വരം വാഞ്ചിക്കാനുള്ള നിരവധി ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പുതിയ ട്രെൻഡിനനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാം എന്ന് വാഗ്ദത്തം ചെയ്യുന്ന ഒരു പുതിയ കാലത്ത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ദൈവീക ജ്ഞാനത്തിൻ്റെ ആവശ്യകതയെ ഇന്ന് പങ്കിട്ട വാക്യത്തിലൂടെ വളരെ ചുരുക്കമായി നിങ്ങളോട് പങ്കിടട്ടെ. വിശുദ്ധ വേദപുസ്തകം യേശു ക്രിസ്തുവിന് നൽകുന്നത് ഒരു സെൻട്രൽ പ്ലേസ് ആണ്. ക്രിസ്തുവിനൊരു നടുവിലത്തെ സ്ഥാനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് തൃത്വത്തിൻ്റെ മധ്യത്തിൽ ക്രിസ്തുവാണ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 44-ാമത്തെ വാക്യം, 12 വയസ്സുള്ള യേശു ദേവാലയത്തിൽ ഇരിക്കുന്നത് ഉപദേഷ്ടക്കാന്മാരുടെ നടുവിലാണ്, സെൻട്രൽ പ്ലേസ്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം, ക്രൂസിലെ കള്ളന്മാരുടെ നടുവിലാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനം. ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുടെ നടുവിൽ. മത്തായി സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യം, തൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ വാക്യം, നിലവിളക്കുകളുടെ നടുവിൽ, വെളിച്ചത്തിൻ്റെ നടുവിൽ. ആരാണ് വലിയവൻ എന്നൊരു ചർച്ച ഉയർന്നു. സുവിശേഷത്തിൽ നമ്മളത് വായിക്കും. ആരാണ് വലിയവൻ? ആരാണ് വലിയവൻ എന്നൊരു ചോദ്യം ഉയരുമ്പോൾ യേശു ഒരു ശിശുവിനെ വിളിച്ച് നടുവിൽ നിർത്തി, ഇൻ ദ സെൻട്രൽ പ്ലേസ്. ഒരു കുഞ്ഞിനെ നടുവിൽ നിർത്തിയിട്ട് യേശു അവരോട് സംസാരിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ശിശു സഹജമായ മനോഭാവത്തിലേക്ക് വളരുന്നതാണ് ജീവിതത്തിൻ്റെ ശരിയായ ജ്ഞാനം. കുഞ്ഞുങ്ങളിലേക്ക് വളരുക, ശിശുവായി വളരുക എന്നതാണ് ജ്ഞാനത്തിന് ക്രിസ്തു നമുക്ക് നൽകുന്ന ബോധ്യം. 3 കാര്യങ്ങൾ വളരെ ചുരുക്കമായി പറഞ്ഞ് പങ്കിടാം. ജ്ഞാനം എന്താണ്? ജ്ഞാനം, വിസ്ഡം. ജ്ഞാനം എന്നാൽ 1, അറിവിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനം. അറിവിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനം. കേട്ടാൽ ഈ 2 വാക്കുകളും ഒരുപോലെ ഇരിക്കും. അറിവും ജ്ഞാനവും ഒന്നല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. കാൾ റാനർ എന്ന് പറയുന്നൊരു ദൈവശാസ്ത്രജ്ഞൻ ഈ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വിസ്ഡം ഈസ് ദ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ജ്ഞാനം എന്ന് പറയുന്നത് അറിവിനെ പ്രയോഗത്തിൽ വരുത്തുകയാണ്. അറിവിനെ വിനിയോഗിക്കുമ്പോഴാണ് അതിനെ ജ്ഞാനം എന്ന് വിളിക്കുക. അറിവിനെ ഫലപ്രദമാക്കുന്നതിനെയാണ് ജ്ഞാനം, വിസ്ഡം എന്ന് പറയുക. ജ്ഞാനം എന്നാൽ ഉള്ളിൽ നിന്ന് വരുന്നതാണ് വിസ്ഡം. എന്നാൽ അറിവ്, നോളജ് എന്ന് പറഞ്ഞാൽ അനുഭവം, അന്വേഷണം, ആർജിക്കൽ എന്നിവയിലൂടെ കൈവരുന്നതാണ് അറിവ്. ഈ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ അറിവ് കൊണ്ട് സംതൃപ്തി പ്രാപിക്കുന്നവരാണ്, അറിവിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ഈ അറിവിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വളരാനുള്ള വിളിയാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത്. അറിവെന്നാൽ മനുഷ്യൻ്റെ കഴിവിലും അറിവിലുമുള്ള അമിതമായ ആത്മവിശ്വാസത്തിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെയൊക്കെ നിരന്തരം അറിവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിവുകൾ സംസാരിക്കുന്നു. നോളജ് എന്താണ്? അറിവ് പറയുന്നത് ഈ പ്രകൃതി അപൂർണമാണ്, വികസിപ്പിക്കണം, മെച്ചപ്പെടുത്തണം, അഴിച്ചു പണിയണം, കേടുപാടുകൾ തീർക്കണം. ശാസ്ത്രശാഖകളിലൂടെ മണ്ണിനും ജലത്തിനും വായുവിനും മനുഷ്യ ശരീരത്തിനും വരുത്തിവെച്ച
ഈ കെടുതികൾ അറിവിൻ്റെ സമാനമാണ്. എന്നാൽ ഈ അറിവ് പറയും ഇതൊന്നും പോരാ, അസംതൃപ്തി അറിവ് നൽകുമ്പോൾ ജ്ഞാനം പറയും നമ്മുടെ ഈ പ്രപഞ്ചം, ഈ സൃഷ്ടി ഇത് കാത്തു സൂക്ഷിക്കാനുള്ളതാണ്, തലമുറകൾക്ക് നൽകാനാണ്, ഈ പ്രകൃതിയെ ആദരിക്കാൻ പഠിപ്പിക്കുന്നതാണ് ജ്ഞാനം. അറിവ് പറയും 80-100 വർഷം പരമാവധി സുഖലോലുപമായി നമ്മൾ ജീവിക്കണം. എന്നാൽ ജ്ഞാനം പറയും എത്ര കാലം ജീവിക്കുന്നു എന്നതിലല്ല, ജീവിക്കുന്ന കാലം ദൈവ സാന്നിധ്യമുള്ളൊരു ജീവിതം സാധ്യമാണോ? ഇതാണ് ജ്ഞാനം പഠിപ്പിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം ഇളയപുത്രൻ്റെ അറിവാണ് ആ ഭവനത്തിലെ പിതാവിനോട് ചോദിക്കുന്നത്, താ എൻ്റെ വസ്തുവക എനിക്ക് താ, എനിക്കുള്ളത് താ. ഈ താ വേണം. ആർത്തിയുടെ സംസ്കാരം അറിവിൻ്റെ ഉൽപ്പന്നമാണ്. എന്നാൽ അവന് സുബോധം വരുമ്പോൾ, അവന് ജ്ഞാനം ലഭിക്കുമ്പോൾ അവൻ പറയും നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. അതുകൊണ്ട് സോക്രട്ടീസ് ലോകത്തോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അറിയുന്തോറും ഞാൻ എത്ര അറിവില്ലാത്തവനാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. നമ്മൾ എത്രമാത്രം പഠിച്ചാലും എത്രമാത്രം നമ്മൾ അറിവുകൾ സമ്പാദിച്ചാലും എൻ്റെ അറിവ് എത്ര പരിമിതമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. യാക്കോബ് ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, ജ്ഞാനം അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ നടപ്പിലാണ് പ്രകടമാക്കുന്നത്. അറിവ് ഫലകരമാകാൻ പോകുന്നത് അറിവിനെ ജ്ഞാനമായി ആഴപ്പെടുത്തുമ്പോഴാണ്. അറിവിനെ, ജീവിതാനുഭവത്തെ, ദൈവാശ്രയത്തെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ജ്ഞാനമായി വളർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം വിസ്ഡമുള്ള ഒരു ജീവിതമായി മാറുന്നത്. മൈക്കൽ ആഞ്ചലോ ഒരു കരിങ്കൽ കഷ്ണത്തിൻ്റെ മുൻപിലിരുന്ന് ഒരു ശില്പം മെനയുകയാണ്. കണ്ടു നിന്നവർ ചോദിച്ചു, എന്താണ് അങ്ങ് ഈ കരിങ്കല്ലിൽ ചെയ്യുന്നത്? മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, ഈ കരിങ്കല്ലിനകത്ത് ഒരു സുന്ദരമായ മാലാഖ ഒളിച്ചിരിപ്പുണ്ട്. ഞാൻ ഈ കരിങ്കല്ലിനെ അതിൻ്റെ വേണ്ടാത്ത ഭാഗങ്ങൾ അതിനെ ചെത്തി മിനുക്കി കളയേണ്ടത് കളഞ്ഞ് അതിനെ മനോഹരമായി രൂപപ്പെടുത്തുമ്പോൾ ഈ കരിങ്കല്ല് ഒരു മാലാഖയായി, ഒരു മനോഹര ശില്പമായി രൂപപ്പെടും. അറിവ് ജ്ഞാനമാകുമ്പോഴാണ് ഈ കരിങ്കല്ല് മാലാഖയായി പരിവർത്തനം ചെയ്യുന്ന ഒരു സാധ്യത വന്ന് ചേരുന്നത്. 2, ജ്ഞാനമെന്നാൽ വലുതിൽ നിന്നുള്ള മോചനമാണ്. അതുവരെയും ഒരു ചിന്ത ഉണ്ടായിരുന്നു, ജ്ഞാനികളും വിവേകികളും ഈ വലിയ വലിയ ആളുകൾക്കാണ് ദൈവത്തിൻ്റെ സംസർഗവും ദൈവത്തിൻ്റെ വെളിപാടും ദൈവം ഇടപെടുന്നതും എന്നൊരു ചിന്തകളെ യേശു ക്രിസ്തു തിരുത്തുകയാണ്. യേശു പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വലുതിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനം. സ്മോൾ തിങ്സ് മേക്ക് പെർഫെക്ഷൻ, ബട്ട് പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്മോൾ തിങ്. വലിയ ആളുകളെ കൊണ്ട് തട്ടി നടക്കാൻ കഴിയാത്തൊരു കാലമാണ്. അതിബുദ്ധിമാന്മാർ, അതിശ്രേഷ്ഠന്മാർ, അതികായന്മാർ, അതിസമ്പന്നന്മാർ, ഇങ്ങനെ വലിയ വലിയ ആളുകളെ കൊണ്ട് ഈ ലോകം നിറയുമ്പോൾ യേശു പറയുന്നു, ശിശുവിലേക്ക് നോക്കുക. ചെറുതിൻ്റെ വലിപ്പം ധ്യാനിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ല. അതാണ് ശരിയായ ജ്ഞാനം. ചെറുതിലേക്ക്, ചെറുതാവുക എന്നതൊരു കുറവായി കണക്കാക്കുന്നവരുണ്ട്. ചെറുതായതുകൊണ്ടാണ് 9 ഗ്രഹങ്ങളിൽ നിന്ന് പ്ലൂട്ടോ ഔട്ടായി പോയത്. ചെറുതിനെ അംഗീകരിക്കാത്തൊരു കാലത്തും ലോകത്തും ജീവിക്കുമ്പോൾ നമ്മെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, സമ്പന്നൻ്റെ 10,000-ത്തേക്കാൾ വിധവയുടെ ചെറിയ വെള്ളിക്കാശ് നിശ്ചയമായി വിലമതിക്കപ്പെടും. അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ആ അമ്മ 2 പേരെയും വളരെ സന്തോഷത്തോടു കൂടിയാണ് പഠിപ്പിച്ചത്. അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ടും ആ അമ്മയുടെ നിശ്ചയദാർഢ്യവും ദൈവാശ്രയം കൊണ്ട് ഈ 2 മക്കളെയും പഠിപ്പിച്ചു. എന്നാൽ പഠനത്തിൽ മുന്നേറിയ മക്കൾ 2 പേരും 2 സ്വഭാവ രീതിക്കാരായിരുന്നു. മൂത്തവൻ നന്നായിട്ട് പഠിക്കും, എല്ലാ വിഷയങ്ങൾക്കും മൂത്തവൻ മികവ് കാണിച്ചു, ചിട്ടയോടെ ശാസ്ത്രീയമായി ദൈവാശ്രയത്തോടെയൊക്കെ പഠിച്ചു. എന്നാൽ ഇളയവൻ ഈ പഠിത്തത്തിൽ പിന്നോക്കമാണ്, അവനത്ര പോരാ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ പോഴൻ എന്നാണ് വിളിക്കുക. അത്ര ശ്രദ്ധയില്ലാത്ത, ഗൗരവമില്ലാത്തൊരു ജീവിതം നയിക്കുന്നത് കൊണ്ട് ഇളയവൻ അത്ര പ്രയോജനപ്പെടുന്നില്ല. എന്നാൽ ഈ 2 മക്കളും ഭാവിയിൽ ഈ അമ്മയെ സഹായിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഈ അമ്മ തൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയും. അമ്മ പറയും, മൂത്തവൻ നന്നായിട്ട് പഠിച്ചു, അവന് നല്ല ജോലി കിട്ടി, അവൻ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നു. എന്നാൽ ഈ ആളുകളൊക്കെ മണ്ടൻ എന്ന് പറഞ്ഞ, പോഴനായി, പഠിക്കുകയില്ല എന്ന് പറഞ്ഞ പോഴൻ, ആ ഇളയവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടത്തിൽ എനിക്ക് കൂട്ടു നിൽക്കുന്നത്. പഠിക്കാത്തവൻ, ഫലമില്ലാത്തവൻ, പ്രയോജനമില്ലാത്തവൻ എന്നൊക്കെ പരിഹസിക്കപ്പെട്ടവൻ ഈ അമ്മയെ ചേർത്ത് പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകും. അമ്മയ്ക്ക് മരുന്ന് വാങ്ങും, അമ്മയുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ ചേർന്ന് നിൽക്കും. വലുതിനെ പ്രകീർത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ചെറുതിൽ നിന്ന് ക്രിസ്തു സുവിശേഷം പങ്കിടുകയാണ്. 100 ആട്, അതിൽ 1 നഷ്ടമായി പോയത്. പക്ഷേ 1% പോലും, ആ ഒരു ചെറുതിനെ പോലും ഗൗരവമായി എടുത്ത് ക്രിസ്തു കണ്ടെത്തും വരെ നല്ല ഇടയനായി അതിൻ്റെ പിന്നാലെ ഉണ്ട്. ആ ഒന്നും, ആ ചെറുതും ഗൗരവമായി ക്രിസ്തു പരിഗണിക്കുന്നു. ഈ ഭാഗത്തെക്കുറിച്ചൊരു പാട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് കേട്ടതിൻ്റെ ഓർമ്മയിലുണ്ട്. ഈ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെക്കുറിച്ചുള്ള ഇടയൻ്റെ ഒരു ആവലാതിയാണ് ആ പാട്ടിൽ എഴുതിയിരിക്കുന്നത്. ആ പാട്ടിങ്ങനെയാണ്: അന്തിയിൽ ആടിൻ്റെ എണ്ണമെടുക്കുമ്പോൾ 1 കുറഞ്ഞാൽ ആ രാത്രി പോക്ക് തന്നെ, കാട്ടിലും മേട്ടിലും ചൂട്ടുമിന്നിച്ച് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കണ്ടെത്തുവോളം ഇടയൻ തിരഞ്ഞു നടക്കും. ഒരു യുവാവ് യേശുവിനോട് ചോദിച്ചു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്,
നിനക്കൊരു പരിമിതിയുണ്ട്, നിനക്കൊരു കുറവുണ്ട്. ഈ ചെറുതിലേക്ക്, ആ ഒന്നിലേക്ക്, വലുതിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നത്. വലിപ്പത്തിലല്ല, ചെറുതാകാൻ കഴിയുമോ അവിടെയാണ് ജ്ഞാനത്തിൻ്റെ വിജയം. 3, ജ്ഞാനം എന്നാൽ തികവിൽ നിന്നുള്ള മോചനമാണ്. തികഞ്ഞവരുടെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വചനം, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ അല്ല, ഞാൻ ക്രിസ്തയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. 15-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതുന്നു, നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളട്ടെ. എല്ലാം പൂർണ്ണമായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന നമുക്ക് കുറവുകളുള്ള, പരിമിതികളുള്ളവരെയും ക്രിസ്തു ചേർത്ത് പിടിക്കുന്നു എന്നതാണ് സുവിശേഷം. ആദിത്യ സുരേഷ് യൂട്യൂബിലൂടെ നിരവധി പാട്ടുകൾ കൊണ്ട് വളരെ പ്രസിദ്ധിയുള്ള ഒരു കൊച്ചുമകൻ 11 വയസ്സിനിടയിൽ 20 തവണ അസ്ഥികൾ ഒടിഞ്ഞു. ഈ അസ്ഥികൾ പെട്ടെന്ന് ഒടുങ്ങി പോകുന്ന ഒരു പ്രത്യേക രോഗം. ആദിത്യ സുരേഷ് അനുഗ്രഹീതമായ ആ പാട്ട് പാടും. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ വൈകല്യങ്ങളിലും എൻ്റെ പരിമിതികളിലും എന്നോട് കൂടെയുണ്ട്, സാരമില്ല. തികവിൻ്റെ ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, എല്ലാം തികഞ്ഞവരായി നമ്മുടെ ജീവിതം നയിക്കാൻ നാം വെമ്പൽ കൊള്ളുമ്പോൾ ഓർക്കണം, തികവിൽ നിന്നുള്ള മോചനമാണ് ശരിയായ ജ്ഞാനം എന്ന് പറയുന്നത്. 3 വാക്കുകളാണ് വളരെ ചുരുക്കമായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 1, എന്താണ് ജ്ഞാനം? അറിവിൽ നിന്നുള്ള മോചനം. അറിവ് കൊണ്ട് തൃപ്തിപ്പെടരുത്. അറിവിനപ്പുറത്തേക്ക്, അറിവിനെ പ്രായോഗിക തലത്തിൽ ഫലകരമായി വിനിയോഗം ചെയ്യുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അറിവ് ജീവിത അനുഭവമാകട്ടെ. അറിവ് കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനം, ബൈബിൾ വാക്യങ്ങളൊക്കെ നമ്മൾ മനഃപ്പാടമായി പഠിക്കും. സ്നേഹവചനങ്ങളും വിശ്വാസ പ്രമാണവും പ്രാർത്ഥനകളുമൊക്കെ നമ്മൾ മനഃപ്പാടമായി കാണാപ്പാടം പഠിക്കുന്നതാണ് അറിവ്. എന്നാൽ ഈ വചനങ്ങളും സ്നേഹവചനങ്ങളും വിശ്വാസ പ്രമാണവും പ്രാർത്ഥനകളും എൻ്റെ ജീവിത അനുഭവമാക്കുന്നതിനെയാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത്. അറിവ് അനുഭവമാക്കാൻ അങ്ങനെയാണ് ജ്ഞാനത്തെ അർത്ഥമുണ്ടാക്കുന്നത്. 2, വലുതിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വലിപ്പം ഭാവിക്കുന്ന വലുതുകളുടെ ലോകത്ത് യേശു പറയുന്നു, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. ചെറുതുകളുടെ സുവിശേഷം ഘോഷിച്ച നാഥനാണ് നമ്മുടെ ക്രിസ്തു. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയവരാകാൻ, കുറെ കൂടി വിനയപ്പെടാൻ, കുറെ കൂടി താഴ്വപ്പെടാൻ, വലിപ്പം ഭാവിക്കാതെ ചെറുമ ധരിക്കാനുള്ള വിളിയാണ് ജ്ഞാനം നൽകുന്നത്. 3, തികവിൽ നിന്നുള്ള മോചനം. പൗലോസാണ് പറയുന്നത്, എല്ലാം തികഞ്ഞു എന്ന് അവകാശപ്പെടുന്നില്ല, പരിമിതികളും കുറവുകളുമുണ്ട്. അങ്ങനെ തികവുള്ള ആരെയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് ബോധ്യപ്പെടുന്നതാണ് ജ്ഞാനം. എൻ്റെ വൈകല്യങ്ങളും എൻ്റെ വയ്യായ്മകളും എൻ്റെ രോഗങ്ങളും എൻ്റെ പ്രയാസങ്ങളും ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ സാരമില്ല. തികവിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനം. ഈ ശിശു സഹജമായ ഒരു കുഞ്ഞിനെ നടുവിൽ നിർത്തിയിട്ടാണ് യേശു സുവിശേഷം വിളംബരം ചെയ്തത്. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ സാഹിത്യകാരൻ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു. ശിശു സഹജമായ മനോഭാവത്തിലേക്ക് എങ്ങനെ നമുക്ക് ജീവിക്കാം, ശിശുവിലേക്ക് എങ്ങനെ വളരാം എന്നതിൻ്റെ 4 കാര്യങ്ങൾ. 1, ശിശുക്കൾ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ സന്തോഷിക്കും. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, അവരുള്ളു നിറഞ്ഞ് സന്തോഷിക്കും. അതാണ് ജീവിതത്തിൻ്റെ അനുയോജ്യമായ ഭാവം. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഒന്നും ചെയ്യാനില്ലാത്തവൻ്റെ അലസൻ്റെ ജീവിതത്തിലാണ് പാപം പെരുകുന്നത്. ഒന്നും ചെയ്യാനില്ല, വെറുതെ ഇരിക്കുന്നുവെങ്കിൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ പിടിമുറുക്കും, പാപം പെരുകും. എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. 3, ശാഠ്യങ്ങളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രാപ്തി കുഞ്ഞുങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനം ആർക്കെങ്കിലും കുറവാണെങ്കിൽ, നിങ്ങൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് നമുക്ക് ചോദിക്കാം ജ്ഞാനം എന്ന വരം ലഭിക്കുന്നതിന് വേണ്ടി. 4, അദ്ദേഹം പറയുകയാണ്, ഗതകാലം നിമിഷ നേരം കൊണ്ട് വിസ്മരിക്കാനുള്ള ഒരു കഴിവ് ഈ കുഞ്ഞുങ്ങൾക്കുണ്ട്. ഇന്നലകളിലെ കണ്ണുനീര്, ഇന്നലകളിലെ നിന്ന, ഇന്നലകളിലെ പരിഹാസം, ഇന്നലകളിലെ കഠിനതകൾ, കഷ്ടതകൾ പെട്ടെന്ന് മറന്ന് കണ്ണുനീര് തുടച്ച് അവർ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പഴയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനോഭാവമല്ല ശിശുവിൻ്റെ മനോഭാവം. പാലക്കാട് മണപ്പുറം ഗ്രാമം, ആ ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ 1825 ജനിച്ച ഒരു വ്യക്തിയാണ് രാമയ്യൻ. ഒരു വൈദ്യൻ ഒരു ദിവസം ഈ രാമയ്യന് ഒരു ബൈബിൾ നൽകി. ഈ ബ്രാഹ്മണ കുടുംബത്തെ സംബന്ധിച്ച് ഒരു ബൈബിൾ കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് അപൂർവമായ ഒരു കാര്യമാണ്. രാമയ്യൻ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി. വായിക്കുന്തോറും അദ്ദേഹത്തിന് അതിൻ്റെ ഓരോ വാക്കുകളും ജീവിതത്തിൽ ആകർഷകമായി തോന്നി. അങ്ങനെ ബൈബിൾ വായിച്ചു, ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു. രാമയ്യൻ തൻ്റെ ബുദ്ധിശക്തിയിലും സംസ്കൃത ഭാഷാജ്ഞാനത്തിലും സംഗീത വാസനയിലുമൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിളിപ്പേര് കിട്ടി, വിദ്വാൻ കുട്ടി. സ്നാനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രാമയ്യൻ എന്ന പേര് മാറി യൂസ്തൂസ് ജോസഫ് എന്ന പേര് ലഭിച്ചു. 1868 പാലക്കാട് മണപ്പുറം ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച രാമയ്യൻ 1868 ഒരു പുരോഹിതനായി വിദ്വാൻ കുട്ടി അച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം എഴുതിയ ഈണം കൊടുത്ത പാട്ടുകളാണ് നമ്മൾ സ്ഥിരമായി പാടിക്കൊണ്ടിരിക്കുന്നത്. ദേവ ദേവന് മംഗളം, ആത്മാവേ വന്നിടുക, സ്തുതിപ്പിൻ യേശുദേവനെ,
കാന്ത താമസം എന്തഹോ വരുവിൻ നാം യഹോവയ്ക്ക് പാടുക, 95-ാം സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ പാട്ട്. ഇങ്ങനെ ലോകത്തെ സ്വാധീനിച്ച ക്രൈസ്തവർ ആവർത്തിച്ച് പാടുന്ന ഇത്തരം പാട്ടുകൾ പാലക്കാട്ടെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഈ വിദ്വാൻകുട്ടി അച്ഛന് എങ്ങനെയാണ് ഇത്രയും ആഴമായ പാണ്ഡിത്യവും സംഗീതത്തിൽ വാസനയും ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് മന്നനാകുന്ന മശിഹായേ എന്നെഴുതുവാൻ പാകത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടത്? അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉയരത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. ആമേൻ.